അല്ല കാണുന്ന കാര്യമില്ല, നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാൻ ഇവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? എന്നിട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ലക്ഷം പിന്നാലെയെന്ന് അച്ഛൻ പറയും. അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണത്തില്ല. അതുകൊണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കും. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു, അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. അയ്യോ, ആർക്കോ കൊടുത്തു. അതെ, അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു മൂലക്കെങ്ങാണ് ഇരുന്നു എന്നാണ് ഇവിടെ രേണുസുതി പറയുന്നത്. അതായത് അവര് വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും പോലും. ഈ 10 കൊടുത്ത ആളെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ വന്നിട്ട് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇട്ടൊരു കമന്റ്. ആ കമന്റിനെ ചൊല്ലിയാണ് ഇവരിപ്പോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പറയുക അദ്ദേഹത്തിന്റെ എന്തോ ഒരു വോയിസ് ഉണ്ടെന്ന്, അതിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പൊട്ടിക്കുമെന്ന്. നിങ്ങൾ പൊട്ടിക്കുന്നേ, നിങ്ങൾ പൊട്ടിക്കേ. നിങ്ങളിപ്പോ പൊട്ടിച്ചു കഴിയുമ്പോഴത്തേന് അദ്ദേഹത്തിന് വരാനിരിക്കുന്ന ആ ഒരു ആലോചന ഇപ്പൊ മുടങ്ങിപ്പോവും, പെട്ടെന്ന് തന്നെ മുടങ്ങിപ്പോവും. അതുകൊണ്ട് അങ്ങ് പൊട്ടിക്കേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം കുരിശും വരച്ച് മൂലയ്ക്ക് പോയി കുത്തിയിരിക്കണം. ഇവരെ പേടിച്ചില്ല, മറ്റേ എന്താ പറയാ, ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് പോയി അതിന്റെ അടിയിൽ പോയി ഇരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പോ അദ്ദേഹം വസ്തു കൊടുത്തിട്ട് അദ്ദേഹത്തിന് സ്വന്തം വസ്തുവിന്റെ അകത്ത് പോലും കിടന്നു പുറക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോ. ആരെ കൊണ്ട്? ഈ പറയുന്ന രേണുവിനെ കൊണ്ട്. രേണുവിന്റെ കൂട്ടുകാരിയായിട്ടുള്ള ഈ സജീന, അതോടൊപ്പം തന്നെ ബിഗ് ബോസിന്റെ അകത്ത് പോയിരുന്നില്ലേ ഒരു ഹോട്ട് സീറ്റ്, അവര്, അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എണ്ണം കൂടെ ഇവരെല്ലാം കൂടി ഈ പറയുന്ന ബിഷപ്പിനെ പിന്നെയും ടാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുകയാണ്.